കേൾക്കുന്നുണ്ട് സാർ. ഞങ്ങൾ കേൾക്കാനില്ല അല്ലേ? ഇല്ല, കേൾക്കുന്നുണ്ട്, റെക്കോർഡിങ്ങിൽ കേൾക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മെറീഡിയൻസിനെ കുറിച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്ത്. നമ്മൾ പൊതുവെ വന്നിട്ട് 12 ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള മെറീഡിയനും ഒരു അതില്ലാണ്ട് ഒരു 2 മെറീഡിയനാണ് പൊതുവെ നമ്മൾ പഠിക്കുക. അതെന്തുകൊണ്ടാണ് ആ 2 മെറീഡിയനും പ്ലസ് ഒരു 12 കൂടി 14 മെറീഡിയൻ മൊത്തത്തിൽ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തമായ പാത്വേയും സ്വന്തമായ പോയിന്റ് ഉള്ളത് 14 മെറീഡിയൻസിനാണ്. ഓക്കെ, ഈ മെറീഡിയൻസിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് കൂടാതെ ബാക്ക് എൻഡിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് വിസിബിളി അഭിനയിക്കുന്ന ആൾക്കാരെ കാണാം, അല്ലെങ്കിൽ ഡയറക്ടറിനെയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനെയോ അല്ലെങ്കിൽ മറ്റേ പാട്ട് എഴുതിയ ആളുകളെയൊക്കെ ആയിരിക്കും നമുക്ക് ഓർക്കുന്നുണ്ടാവുക. പക്ഷെ അവർ മാത്രമായിട്ടല്ല ഒരു സിനിമ വരുന്നത്. അതിൻ്റെ ബാക്ക് എൻഡിൽ മറ്റേ എന്താ പറയുക, ഓരോ മറ്റേ ക്യാമറാമാൻ തൊട്ടിട്ട് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഓരോ അസിസ്റ്റൻസുകളും വരെയും വന്നിട്ട് മറ്റേ ഇതിനൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അതേമാതിരി നമ്മളിപ്പം മെറീഡിയൻ പാത്വേ ഇല്ലാത്ത മെറീഡിയനും അതേമാതിരി തന്നെ മറ്റേ ഇൻറ്റേർണൽ പാത്വേ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബാക്ക് നമ്മൾ കാണാതെ പിന്നിൽ പോകുന്ന പാത്വേയും പിന്നിലുള്ള സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്പ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെയും കൂടി ചേർത്ത് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. അതല്ലാതെ സിമ്പിളായിട്ടുള്ള ചെറിയ പോയിന്റ്സ് മാത്രമായിട്ട് പഠിക്കുന്നത് നമ്മളുടെ ഡെവലപ്മെൻറ്റിനെ നന്നായി ബാധിക്കും. അപ്പം ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. സോ നമ്മുടെ ശരീരത്തിലെ ഈ മെറീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് ആൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഓരോ ഓർഗണിനെ കുറിച്ചും. പക്ഷേ ഈ ഓർഗൺ അവിടെ ഇരുന്നു കൊണ്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തിലേക്കും ചീനെയൊക്കെ സർക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പാത്വേ ഉണ്ടായിരിക്കണം. നമ്മൾ വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ആരെങ്കിലും തൊടുമ്പോൾ ബ്രെയിനിൽ നിന്നൊരു ഇൻഫർമേഷൻ വന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാലിൽ ഒരു മുള്ളുകുത്ത് എന്തെങ്കിലും നടന്നു പോകുന്ന സമയത്ത് അത് മുഴുവനും ചവിട്ടാതെ തന്നെ ജസ്റ്റ് നമ്മൾ തട്ടിയതും കാലെടുക്കുന്നത് പോലെ ആരെങ്കിലും ഒരു ചൂടുള്ള ചന്ദനത്തിരിയോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു മൊരി നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൈ വലിക്കുന്നതെല്ലാം തന്നെ ബ്രെയിനിൽ നിന്നുള്ള ഒരു ഓർഡർ വരണം. ബ്രെയിനിൽ നിന്ന് വെറുതെ ഒരു ഓർഡർ വരില്ല, ബ്രെയിനിന് അതിൻ്റെ ഒരു മെസ്സേജ് പോകണം. അപ്പോൾ മെസ്സേജ് കൊണ്ടുപോകാൻ ഒരു മീഡിയം വേണം. അവിടുന്ന് ബ്രെയിൻ തരുന്ന ഓർഡർ തിരിച്ചിവിടെ എത്താനുള്ള ഒരു മീഡിയം വേണം. ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേറെ കുറേ മീഡിയങ്ങൾ വേണം. ഇങ്ങനെ നമുക്കപ്പോൾ ശരീരത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു ഒരു നഖം ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഫങ്ഷനാലിറ്റി പിന്നിൽ നടക്കുന്നുണ്ട്, നമുക്കത് അറിയുന്നില്ല. അതേപോലെ തന്നെ ഈ മെറീഡിയൻസ് ആണ് ഓർഗൻസിനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്തായിക്കോട്ടെ, എനർജി സിസ്റ്റത്തിലായിക്കോട്ടെ, എല്ലാത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ മെറീഡിയൻസിൻ്റെയും കൊളട്രാൽസിൻ്റെയും ഫങ്ഷനാലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് അതിനകത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ശരീരം മുഴുവനും ചീയും ബ്ലഡും സഞ്ചരിക്കണം. ഓർഗണിൽ മാത്രം ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യമില്ല, അത് എല്ലാ സെല്ലുകളിലേക്കും ടിഷ്യൂസിനും ഓർഗൻസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണം. ഇപ്പോൾ കഴിക്കുന്ന ആഹാരമൊക്കെ സ്റ്റൊമക്കിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ട് കാര്യമില്ല, അതിന്ന് വിഭജിച്ചെടുക്കുന്ന നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ടതായിട്ടുണ്ട്. അതിന് ഈ മെറീഡിയൻസ് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻയാങ് ബാലൻസ് ചെയ്യുക, ഓർഗൻ്റെ ആയിക്കോട്ടെ നമ്മുടെ ഫങ്ഷനാലിറ്റിയിലായിക്കോട്ടെ, എല്ലാ ഇൻയാങ്ങിനെയും ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് മെറീഡിയൻസ് ആണ്. അതേപോലെ തന്നെ പുറത്തുനിന്നുണ്ടാവുന്ന ബാക്ടീരിയാസ് വൈറസിൻ്റെയും അറ്റാക്ക് ചെയ്യാൻ ഈവൻ ലങ്ങാണ് അല്ലെങ്കിൽ മെറ്റലാണ് അത് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ പോലും അവർക്ക് ഈ മെറീഡിയൻസും കൊളട്രൽസും ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിളാണ് നമ്മൾ അന്ന് പറഞ്ഞാണ് ഇതിനു മുമ്പ്, പാകിസ്ഥാനിൽ നിറയെ യുദ്ധവിമാനങ്ങളുണ്ട്. ഇന്ത്യ ആദ്യമേ പോയിട്ട് അവരുടെ യുദ്ധവിമാനങ്ങൾ പറക്കുന്ന പാത്വേനെ ബോംബ് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ യുദ്ധവിമാനങ്ങളും ഉള്ള സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ ഉപയോഗിക്കാൻ പറ്റിയില്ല. അല്ലേ? എന്താ കാരണം? അതിന് പ്ലെയിന് പോകണമെങ്കിൽ പ്ലെയിനിൻ്റെ മെറീഡിയനാണ് ഈ റൺവേ എന്ന് പറയുന്നത്. ആ റൺവേ ഇല്ലെങ്കിൽ പ്ലെയിൻ അവിടെ ഉണ്ടായിരുന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, സോ അതേപോലെ തന്നെ ഈ മെറീഡിയൻസിലാണ് നമ്മൾ അക്യുപ്രഷർ ആയിക്കോട്ടെ, മസാജസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ നമ്മൾ തന്നെ തലവേദനിക്കുന്ന സമയത്ത്
നമ്മളെപ്പോഴും തലയുടെ 2 വശത്തും ടെമ്പറൽ സൈഡിൽ കൈവയ്ക്കുന്നത് കാണാം. പണ്ട് വയസ്സായ ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും വെച്ചാൽ ഇല നമ്മുടെ വെറ്റില എന്ന് പറയില്ലേ, അതിൻ്റെ കാമ്പ് പൊട്ടിച്ച് വെക്കും. അങ്ങനെ നമ്മൾ കുറേ ചെയ്യുന്നതെല്ലാം തന്നെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുഴുവനും ഈ മെറീഡിയൻ പാത്വേയിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ അല്ലെങ്കിൽ അവിടെ നീഡിൽ ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിനകത്തുണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഓർഗണിലുണ്ടാവുന്ന ചീൻ്റെ എക്സസിനെയും ഡെഫിഷ്യൻസിനെയും അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാറുന്നത്. അല്ലാണ്ട് നമ്മൾ നേരിട്ട് തലവേദനയെ ട്രീറ്റ് ചെയ്യുന്നില്ല, ഒരു ഡയബറ്റിക്കിനെ ട്രീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറൊരു അസുഖത്തിനെ അക്യുപഞ്ചറിൽ ട്രീറ്റ് ചെയ്യുന്നില്ല. അക്യുപഞ്ചർ എന്താ ചെയ്യുന്നത്, നമ്മളുടെ എനർജി ഇംബാലൻസ് ഏതൊക്കെ ഓർഗണിലാണുള്ളത്, അത് ഏത് ആണെന്ന് അറിഞ്ഞിട്ട് അതിനെ ചികിത്സിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അസുഖം മാറുന്നത് അതാത് ബോഡിയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് നമുക്കതിനകത്ത് റോളില്ല. ഈ കാര്യം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ. അതേമാതിരി എന്താണ് ഇതിൻ്റെ എന്താ വെച്ചാൽ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വന്നിട്ട് നമ്മൾ പിരമിഡ് പോലെ, അതായത് മുകളിൽ നിന്ന് താഴെ വരെ അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈ 12 മെയിൻ മെറീഡിയനും ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ സൗകര്യത്തിൽ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു മിറർ ഇമേജ് ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട്. എല്ലാ മെറീഡിയൻ 12 നമ്മൾ ഓർഗനെ കുറിച്ച് പഠിച്ചു. ആ 12 ഓർഗണിനും 12 മെറീഡിയൻ ഉണ്ട്. ഈ 12 മെറീഡിയനും ശരീരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഉണ്ട്, റൈറ്റ് സൈഡിലും ഉണ്ട്. ഓക്കെ ആണോ? ഹലോ, കുറേ പേര് പഠിച്ചവർക്ക് ബോറടിക്കുന്നുണ്ടാവും. റിവിഷനായിട്ട് കണക്കാക്കിയാൽ മതി. ഇൻ ആൻഡ് യാങ് മെറീഡിയൻസ് ആർ നെയ്മഡ് അക്കോർഡിംഗ് ടു ദ ആസ്പെക്ട്സ് ഓഫ് ദ 4 limbs, namely in aspects or yang aspects along with the which runs the meridian. അപ്പോൾ ഈ മെറീഡിയൻസ് ഒക്കെ വന്നിട്ട് ഇൻ യാങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 12 ഓർഗനെയും ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ 12 ഓർഗനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇന്റേണൽ ഓർഗനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി, അതല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്നെസ്, അതല്ലെങ്കിൽ അതിൽ ഫങ്ഷനാലിറ്റി ഒക്കെ വെച്ചിട്ട് ചിലത് ഇൻ ഓർഗൻ ആണെന്നും ചിലത് യാങ് ഓർഗൻ ആണെന്നും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇല്ലേ? അങ്ങനെയല്ലേ ഡിവൈഡ് ചെയ്ത് 12 എണ്ണത്തിൽ 6 ഇന്നും 6 യാങ്ങും ആണെന്ന് പറഞ്ഞു. ഇതിൽ 6 ഇന്നും യാങ്ങും വന്നിട്ട് മെറീഡിയൻ്റെ ക്വാളിറ്റി വരുന്ന സമയത്ത്, മെറീഡിയൻ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഈ മെറീഡിയൻസ് ഒക്കെ ശരീരത്തിനകത്ത് കൂടെ അത് ഇന്നാണെങ്കിൽ കൂടുതൽ ഭാഗം ഇന്നിലേക്കും, യാങ് ആണെങ്കിൽ കൂടുതൽ ഭാഗം യാങ്ങിൻ്റെ ഭാഗത്തും കൂടിയാണ് സഞ്ചരിക്കുക. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്, നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ഒരു കോമഡി ക്യാരക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം നടക്കുന്നത് 2 കാലുകളും കുതിങ്കാല് ചേർത്ത് വെച്ചിട്ട് കാൽ വിരലുകൾ അകത്തി വെച്ചിട്ടാണ് നടക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹലോ, ആ ചാർലി ചാപ്ലിനെ നിങ്ങൾ കാണുന്ന സമയത്ത് ആ ഫ്രണ്ട് സൈഡ് മാക്സിമം കാണുന്ന ഭാഗത്തു കൂടെയാണ് ഇൻമെറീഡിയൻസ് ഒക്കെ സഞ്ചരിക്കുക. അതേപോലെ തന്നെ അദ്ദേഹം തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ ശരീരഭാഗങ്ങൾ കാണാവോ ആ വശത്തു കൂടിയാണ് ഏറ്റവും കൂടുതൽ യാങ് മെറീഡിയൻസ് സഞ്ചരിക്കുക. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അതിനകത്ത് വയറിൻ്റെ അവിടെ വരുമ്പോൾ മാത്രമാണ് ചെറിയ മാറ്റമുള്ളത്. ഓക്കെ. സോ ഈ മെറീഡിയൻസ് ഒക്കെ ട്രാവൽ ചെയ്യുന്നത് പോലും ഈ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടാണ്. ഞാൻ ഇന്നാണ്, അതുകൊണ്ട് തന്നെ ഇന്നിൻ്റെ ഭാഗത്താണ് കവർ ചെയ്യേണ്ടത്. ഞാൻ യാങ് നേച്ചറുള്ള ആളായതുകൊണ്ട് എനിക്ക് യാങ്ങിൻ്റെ വശങ്ങളാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെയാണ് എപ്പോഴെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ മെറീഡിയൻ പാത്വേ സഞ്ചരിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സാധാരണ കുട്ടികളൊക്കെ നന്നായി കെയർ ചെയ്യുന്ന ഒരു പേരൻ്റ് ആണെങ്കിൽ റോട്ടിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ കുഞ്ഞുങ്ങളെ കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും റോട്ടിലേൻ്റെ അടുത്ത് മുതിർന്നവരും കുട്ടികളെ റോഡിൻ്റെ ഏറ്റവും ആൻറ്റീരിയർ സൈഡിലാണ് കൊണ്ടുപോകുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് കുട്ടീനെ റോഡ് സൈഡിലും വലിയവരും താഴെയും നടക്കില്ല. കുട്ടികളെ ശരിക്കും കെയർ ചെയ്യുന്നവർ, കാരണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ തന്നെ. ഓക്കെ. സോ അതേമാതിരി തന്നെയാണ് നമ്മുടെ മെറീഡിയൻസും ഒക്കെ ട്രാവൽ ചെയ്യുന്നത്. ഞാൻ ഇന്നാണ് യാങ്ങാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ട്രാവൽ ചെയ്ത് പോകുന്നത്. നമുക്ക് മെറീഡിയനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ വശങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാൻ പറ്റും.
പൊതുവെ നമ്മൾ ലങ് മെറീഡിയൻ അല്ലെങ്കിൽ സ്പ്ലീൻ മെറീഡിയൻ, ഹാർട്ട് മെറീഡിയൻ അങ്ങനെയാണ് പൊതുവെ നമ്മൾ പഠിക്കാറുള്ളത് ഒട്ടുമിക്കപ്പോഴും. പക്ഷേ ഇതിനെ ഡിവിഷൻ ചെയ്യുന്നുണ്ട് അക്യുപഞ്ചറിൽ വന്നിട്ട്. ഈ എന്താ പറയുക, നമ്മൾ പറഞ്ഞു 12 ഓർഗൻ ഉണ്ട്. അതിനെ വന്നിട്ട് പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാണുന്നത്. അതിനകത്ത് ഇന്നുണ്ട് യാങ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ മറ്റേ 3 ഇൻ മെറീഡിയൻ കയ്യിലും 3 യാങ് മെറീഡിയൻ കാലിലും. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ. അത് മാത്രമല്ലാണ്ട് ഇതിൻ്റെ ചില സ്വഭാവ ഗുണങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ഇതിനെ പിന്നെയും ഒരു ഗ്രൂപ്പിംഗ് പെടുത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തായി ഇൻ, ജൂയി ഇൻ, ഷാവോ ഇൻ. ഓക്കെ. ഇന്നിൻ്റെ കാര്യത്തിൽ 3 എണ്ണമായിട്ട് പറയും: തായി ഇൻ, ജൂയി ഇൻ, ഷാവോ ഇൻ. ഇതൊക്കെ എന്തിനാ പഠിക്കേണ്ട ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ നന്നായി പഠിച്ച് നിറയെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് അറിയണ്ടേ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്, എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി വെച്ചുകൊണ്ട്, കണക്ഷൻ വെച്ചുകൊണ്ട് ഓരോന്നിനെയും ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയാണോ ഇൻ യാങ് എന്ന് പറയുന്ന പോലെ തന്നെ ഓരോന്നിനും, അതായത് 3 ഇൻ മെറിഡിയൻ നമുക്ക് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ് 3 ഇൻ മെറിഡിയൻ കയ്യിലുള്ളത്? പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യിലുള്ള 3 ഇൻ മെറിഡിയൻ ഏതൊക്കെയാണെന്ന്? പറഞ്ഞില്ല? ലിവർ, പെരികാർഡിയം, ഹാർട്ട്. ലിവർ അല്ല, ലങ് ആണ്. സോറി. ലങ്, പെരിക്കാർഡിയം, ഹാർട്ട് എന്ന് പറയുന്നത് കയ്യിലുള്ള ഇൻമെറീഡിയൻ ആണ്. കാലിൽ വന്നിട്ടുള്ള ഇൻമെറീഡിയൻ എന്ന് പറയുന്നത് സ്പ്ലീന്, ലിവർ ആൻഡ് കിഡ്നി. അപ്പോൾ ഈ ഇൻമെറീഡിയൻസിനെ നമ്മൾ പിന്നെയും അതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ 3 എണ്ണത്തിനെ അതായത് മൊത്തം 6 എണ്ണത്തിനെ 3 ഗ്രൂപ്പിലിടുകയാണ് ഇൻമെറീഡിയൻസിനെ. അതിൽ ഏതൊക്കെയാണ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ തായി ഇൻ, ജൂയി ഇൻ, ഷാവോ ഇൻ എന്നുള്ള പേരിൽ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെ യാങ്ങിനെയും 3 ഗ്രൂപ്പ് ആക്കും. തന്നെ ഇന്ത്യനെ 3 ഗ്രൂപ്പ് ആക്കുമ്പോൾ അതിന് ഈക്വലായിട്ട് യാങ്ങിനെയും നമ്മൾ 3 ഗ്രൂപ്പ് ആകണം. അതിൻ്റെ പേരാണ് യാങ്മിങ്, ഷാവോ യാങ് ആൻഡ് തായ് യാങ്. പുതിയ ആളുകൾക്ക് ഇത് എന്തൊക്കെയാ പറയണമെന്നൊരു തോന്നലുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ മനസ്സിനകത്ത് വെച്ചാൽ മതി. ഈ മറ്റേ കയ്യിലേക്ക് 3 ഇന്നും 3 യാങ്ങും തന്നിട്ടുണ്ട്, കാലിലേക്ക് 3 ഇന്നും 3 യാങ് തന്നിട്ടുണ്ട്. ഈ ഇൻമെറീഡിയൻസിനെയൊക്കെ വന്നിട്ട് നമ്മൾ ഈ മൊത്തം 6 ഇൻമെറീഡിയൻസിനെ പിന്നെയും 3 ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പഴയ ആളുകൾ ആൾറെഡി പഠിച്ചവർ വന്നിട്ട് ഇത് ജസ്റ്റ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പഠിച്ച ആളുകൾ ഇതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. പുതിയവർക്ക് ഇത് ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ട്. ഓക്കെ. ദ മെറിഡിയൻസ് ആർ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെ കണക്റ്റിംഗ് ഓർഗൻ, തമ്മിലുള്ള ബന്ധം. ഓക്കെ. അതിനെ എന്താ പറയുക, ദീസ് മെറിഡിയൻസ് ആർ നെയ്മഡ് അക്കോർഡിംഗ് ടു ദെയർ കണക്ഷൻ ഓർഗൻ, കണക്റ്റിംഗ് ഓർഗൻ. സോ ഹാൻഡ് ഓർ ഫുട്ട്, ഇൻ ഓർ യാങ്, സാങ് ഫു ആർ 3 കോമ്പോണൻസ് ഇൻ ദ നോമിക്കൾച്ചർ ഓഫ് ദ മെറിഡിയൻ നെയിംസ്. അപ്പോൾ ഇതിനെല്ലാം ഈ ഗ്രൂപ്പിംഗ് ആക്കിയത്, ഇൻ യാങ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആ ഓരോ ഓർഗാനിൻ്റെയും ഫങ്ഷനാലിറ്റിയും അതേമാതിരി തന്നെ അതിൻ്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഓരോ ഓർഗനെയും ഇന്നാണോ യാങ് ആണോ എന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇൻ യാങ്ങും സാങ്ഫും ഒന്ന് തന്നെയാണ്. ഓക്കെ. അതേപോലെ തന്നെ കയ്യിലേക്ക് മെറിഡിയനും കാലിലേക്ക് ഡിവൈഡ് ചെയ്യുന്നതിനും ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണ് അവിടെ വരുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ തായിൻ, ജൂയിൻ, ഷാവോയിൻ അല്ലെങ്കിൽ യാങ് മിങ്, ഷാവോ യാങ് ആൻഡ് തായി യാങ് എന്നൊക്കെ പറയുന്നതിന് നമുക്ക് അർത്ഥതലങ്ങൾ, നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഈ ഓരോരോ സ്റ്റെപ്പ് കഴിഞ്ഞ് പോകണം. എന്താണ് ഇതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് കയ്യിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഏത് ഭാഗത്താണോ വരുന്നത് അതിനനുസരിച്ചിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, തായി ഇൻ എന്ന് പറഞ്ഞ് കയ്യിലൂടെ ഒരു മെറിഡിയൻ പോകുന്നുണ്ടാവും, തായി എന്ന് പറഞ്ഞിട്ട് കാലിലൂടെയും ഒരു മെറിഡിയൻ പോകുന്നുണ്ടാവും. ഒരു സിറ്റുവേഷനിൽ തായി ഇൻ കാലിൽ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യണം. പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് പബ്ലിക് പ്ലേസിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് തായി ഇൻ കാലിലുള്ള മെറിഡിയനെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, ഓക്കെ, അതിൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് അത്രത്തോളം വരുന്നില്ലെങ്കിൽ പോലും ഒരുവിധം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് കയ്യിലുള്ള തായി ഇൻ മെറിഡിയനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഭർത്താവ് പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ
പണ്ടൊക്കെ വന്നിട്ട് എന്താ പറയുക, ഈ പൈസയുടെ കാര്യത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിനൊക്കെ, ഇപ്പോൾ എക്സാമ്പിളൊക്കെ അച്ഛനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അച്ഛനൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലാണ്. അപ്പോൾ അവിടെ രാഷ്ട്രീയം ഉണ്ടാവും. രാഷ്ട്രീയത്തിൽ എന്ത് വെച്ചാൽ ചില സമയങ്ങളിൽ നേരത്തെ വർക്ക് ചെയ്തൊക്കെ മറ്റേ വോട്ട് ചെയ്യാൻ പോകുന്ന പോലെയല്ലല്ലോ, കമ്പനിയിൽ പുറത്തവർ വേറെ പാർട്ടിക്കാരാണെങ്കിലും കമ്പനിയിൽ ഒരു പാർട്ടിക്കാരായിരിക്കും. അപ്പോൾ ഇവർ വന്നിട്ട് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിക്ക് മാറണമെന്ന് കണ്ടാൽ നേരിട്ട് അവർ പറയും ആ ആളോട് നിങ്ങളങ്ങനെ പോകരുത്. അങ്ങനെ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അവർ അടുത്ത് തന്നെ നേരെ വീട്ടിൽ വന്നിട്ട് ഭാര്യയോടാണ് പറയുക, ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ചെയ്യണ്ടെന്ന് പറയുമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലേ? യാങ്ങിൻ്റെ അടുത്ത് പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ഇന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് യാങ്ങിനെ കൺട്രോൾ ചെയ്യാം. ഇല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? ഇപ്പോൾ നമ്മൾ കടം കൊടുക്കാനുണ്ട്, ആരെങ്കിലും ഭർത്താവ് കടം വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭാര്യ കടം വാങ്ങിയിട്ടുണ്ട്, ഒരാൾ വന്നിട്ട് കുറേ ദിവസമായി കംപ്ലയിൻറ്റ് ചെയ്യുന്നു, ആ ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിൽ കൊടുക്കുന്നില്ലെങ്കിൽ അവരെ വീട്ടിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ അടുത്തോ ഭാര്യയുടെ ആണ് വാങ്ങിയിരിക്കുന്നെങ്കിൽ ഭർത്താവിനോടോ വന്ന് പറയുമ്പോൾ ശരി ശരി അടുത്ത മാസം എന്തായാലും ഞാൻ തരാം, അവർ തന്നില്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഹലോ, ഇങ്ങനത്തെ ഒന്നും അനുഭവം ഇല്ലാത്ത ആൾക്കാരാണോ? അതുകൊണ്ടാണ് എല്ലാവരും സൈലന്റ്. അല്ല, പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വന്നിട്ട് കാലിൽ ഒരു മെറീഡിയനെ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം കയ്യിൽ ട്രീറ്റ് ചെയ്യാം, കയ്യിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം കാലിൽ ട്രീറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ, ഒരാൾക്ക് വന്നിട്ട് ഫ്രാക്ചർ ആയിട്ടിരിക്കുകയാണ്, അയാൾക്ക് വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അപ്പം നിങ്ങൾക്ക് വന്നിട്ട് മറ്റേ കയ്യിലുള്ള മെറീഡിയനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അവിടെയാണെങ്കിൽ ഫുള്ളായിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ കാലിൽ അതിൻ്റെ കമ്പയർ ആയിട്ടുള്ള മെറീഡിയനിൽ ട്രീറ്റ് ചെയ്യാം. ഇതിനെ സെപ്പറേറ്റ് ഒരു വിഭാഗമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. ടാൻ ബാലൻസ് എന്ന് പറയും. അതിനകത്ത് വന്നിട്ട് ഒരിക്കലും വന്നിട്ട് ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെയല്ല ഫോക്കസ് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിൽ കയ്യിലോ ഓപ്പോസിറ്റ് സൈഡ് കാലിലോ ആണ് പ്രിഫർ ചെയ്യുക. സോ ഇതിനൊക്കെ വന്നിട്ട് സീഡാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. പുതിയ ആൾക്കാരും പഴയ ആൾക്കാരുള്ളതുകൊണ്ട് എനിക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് എങ്ങനെ കൊണ്ടുപോകണം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറഞ്ഞോളൂ. പേര് പറഞ്ഞ് ചോദിച്ചാൽ നന്നായിരുന്നു. ആരാണെന്ന് എനിക്ക് അറിയുന്നില്ല. പറഞ്ഞോളൂ. ഇത് 3 ഡിവൈഡ് പറഞ്ഞില്ലേ നമ്മള്? ഇന്നിനെ തന്നെ വീണ്ടും 3 ഡിവൈഡ് പറഞ്ഞില്ലേ? അതെ. അത് കയ്യിലുണ്ട് കാലിലുണ്ട് എന്ന് പറഞ്ഞില്ലേ സർ? അതെ. അപ്പോ തായി എന്ന് പറയുന്നത് ഒരു മെറീഡിയൻ കയ്യിലും ഉണ്ടാവും, ആ തായി എന്നിന്റെ ഒരു പെയർ കാലിലും ഉണ്ടാവും, ഇന്ന് തന്നെ. ഓക്കെ സർ, ഓക്കെ. അതേമാതിരി തന്നെയാണ് എല്ലാത്തിനും. അതായത് തായി ഇൻ കയ്യിലൊരു ഇൻ മെറീഡിയൻ ഉണ്ടാവും, തായി ഇൻ കാലിലൊരു മെറീഡിയൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പുതിയ ബാച്ച് ആയതുകൊണ്ട് ഇനി ഓരോ മെറീഡിയനും സാധാരണ നമ്മൾ പറയുക ലങ് മെറീഡിയൻ എന്ന് പറഞ്ഞ് പഠിക്കും. അങ്ങനെ പഠിക്കുന്നതിന് പകരം ലങ് എന്ന് പറയുന്നത് ഹാൻഡ് തായി ഇൻ മെറീഡിയനാണ്. മനസ്സിലാവുണ്ട്? ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു നോമിക്കൾച്ചർ തന്നെ പഠിച്ചു പോയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ കയ്യിലെ തായി ഇൻ മെറീഡിയൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലങ് ആണ്. അതിൻ്റെ കാലിലെ ചോദിക്കുമ്പോൾ സ്പ്ലീൻ ആയിട്ട് വരും. അങ്ങനെ കണക്ഷൻ ചെയ്യും. ഓക്കെ, നിങ്ങൾ ആ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അത് ഓരോന്നും ഏതാണെന്ന് നോക്കാം. അല്ല സാർ, എനിക്കിത് കാലിൽ എന്തെങ്കിലും പറഞ്ഞപ്പോൾ എങ്ങനെ വരുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സാർ. ഇതാ ഇപ്പൊ സ്ക്രീനിൽ നോക്കൂ, ആ കൺഫ്യൂഷൻ തീർത്തരാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ള ലങ് മെറീഡിയനെ നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ ലങ് മെറീഡിയൻ എന്ന് മാത്രമാണ് പറയുക. ഇനി തൊട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ലങ് മെറീഡിയൻ ഓഫ് ഹാൻഡ് തായി ഇൻ അല്ലെങ്കിൽ ഹാൻഡ് തായി ഇൻ മെറീഡിയൻ ആണ് ലങ് എന്ന് നിങ്ങൾക്ക്. പിന്നെ ഇപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ നിങ്ങൾ കുറച്ച് നേരം ഈ നോട്ട്സ് വീഡിയോ ഒരിക്കൽ കൂടെ കാണുക, നോട്ട്സ് എടുക്കുക, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവും. അതല്ലാണ്ട് വെറുതെ ഒരെണ്ണം ഈ നമ്മളെന്താ പറയുക ഫ്രീ കിട്ടണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു എന്തിനാണ് ഉപയോഗിക്കണമെന്ന് അറിയാതെ കിട്ടുന്ന ഒരു സാധനം വാങ്ങിയിട്ട് പോണ പോലെയാവും. ഓക്കെ, പൊതുവെ മലയാളികൾക്ക് ഒരു ഇതുണ്ട്, ഫ്രീ കിട്ടുകയാണെങ്കിൽ എന്താണെങ്കിലും വാങ്ങുന്നു, ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും. ദയവായിട്ട് അങ്ങനെ ഫ്രീ കിട്ടുന്ന എല്ലാം വാങ്ങണ്ട, ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അപ്പോൾ അതേപോലെ തന്നെ
അപ്പോൾ നമുക്ക് കയ്യിലുള്ള ലങ് മെറീഡിയനെ തന്നെ ഇനി നിങ്ങൾ എപ്പോൾ പറയുമ്പോഴും എന്ത് പറയും? ദ ലങ് മെറീഡിയൻ ഓഫ് ദ ഹാൻഡ് തായിൻ. ഓക്കെ, അതേമാതിരി തന്നെ പെരിക്കാർഡിയത്തിനെ വന്നിട്ട് ദ പെരിക്കാർഡിയം മെറീഡിയൻ ഓഫ് ഹാൻഡ് ജൂയിൻ. ദ ഹാർട്ട് മെറീഡിയൻ എന്ന് പറയുന്നത് ദ ഹാർട്ട് മെറീഡിയൻ ഓഫ് ഹാൻഡ് ഷാവോയിൻ. ഷായിദ രണ്ടുപേര് പുതിയതുള്ളത്, ഒന്ന് മറ്റേ എനിക്ക് പേര് ഓർമ്മ വരുന്നത്, ഒന്ന് ശശികുമാരി മാം, നിഖില, സായിദ. ഈ 3 പേർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? പുതിയതായിട്ടുള്ളത് കൊണ്ട് ഒരു ഇഷ്യൂ അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് മെറീഡിയൻ എന്ന് മാത്രം പറയാൻ പാടില്ല. ലങ് മെറീഡിയൻ എന്ന് പറയുന്നത് ഹാൻഡിലെ തായി ഇന്നാണ്. ഇപ്പൊ ഓക്കെ ആണോ? മനസ്സിലാക്കുമ്പോ ഇത്തിരി വിഷമം സർ. എന്താണ് മനസ്സിലേക്ക് കയറാൻ ഇത്തിരി വിഷമമുണ്ട്. ഇതാണ് ഞാൻ നിങ്ങളെ തന്നെ ചോദിക്കുന്നത്, റിപ്പീറ്റ് ചെയ്ത് പറയുന്നതും അതുകൊണ്ടാണ്. ഇനി ലങ് മെറീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഓക്കെ, നിങ്ങൾ പുതിയ ആൾക്കാരായതുകൊണ്ട് ഞാൻ പറയാണ്. ഇനി ലങ് മെറീഡിയൻ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മനസ്സിനകത്ത് എപ്പോഴും ഓർമ്മ വേണം, അതിന്റെ ഫുള്ളായിട്ടുള്ള പേരെന്ന് പറയുന്നത് ദ ലങ് മെറീഡിയൻ ഓഫ് ഹാൻഡ് തായിൻ. കയ്യിലെ തായിൻ മെറീഡിയൻ ആണ് ലങ് എന്ന് വേണം പഠിക്കാൻ, ഞാൻ പറഞ്ഞില്ലെങ്കിലും. കാരണം ഞാൻ പഠിക്കുമ്പോൾ ലങ് മെറീഡിയൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ പഠിച്ച ഒട്ടുമിക്ക ആൾക്കാരും ആരെങ്കിലും ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഉള്ളവർ മാത്രം അല്ല, പഠിച്ചവർ മാത്രം. ആരെങ്കിലും പഠിച്ചിട്ടില്ല സാർ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചെന്നുള്ളവർ മാത്രം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയും. 30 പേരുണ്ട്, ഇപ്പോൾ 36 പേരുണ്ടായിരുന്നു. ആരും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ചപ്പോ ഞാൻ പഠിച്ചിട്ടില്ല. ഓക്കെ. അപ്പം ആരും പഠിച്ചിട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ നമ്മൾ സിലബസിനെ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടുകളാണ്. നേരെ പോയിട്ട് ആദ്യമേ തന്നെ 2ാമത്തെ ക്ലാസ് തന്നെ പോയിന്റ് പറഞ്ഞു കൊടുക്കണം. ഇതിപ്പോ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കൂ, എത്ര ക്ലാസ് ആയി ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 19 ക്ലാസ് ആയി നമ്മൾ ഇനിയും പോയിന്റ് എത്തിയിട്ടില്ല. അപ്പോ നിങ്ങൾ 2 ദിവസത്തെ ക്ലാസ് ഒരു ഫുൾ ഡേ ക്ലാസ് ആയിട്ട് കണക്കാക്കിക്കോളൂ. അപ്പൊ 19 ദിവസം എന്ന് പറയുമ്പോൾ 19ന്റെ പകുതി എത്രയായി? 9 ക്ലാസ് ആയില്ലേ? 9 ക്ലാസ് ആയിട്ട് ഞങ്ങൾക്ക് ഇനിയും പോയിന്റ് എടുത്തിട്ടില്ല എന്ന് പറയും, നിങ്ങളെ പറ്റിക്കുകയാണെന്ന് പറയും എല്ലാവരും. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇവിടെ ലങ് എന്ന് പറഞ്ഞാൽ ഇനിയൊക്കെ മെറീഡിയനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ലങ് മെറീഡിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനകത്ത് വരേണ്ടത്, ഞാൻ ഷോർട്ട് ഫോമിലാണ് പറഞ്ഞത്, അതിൻ്റെ ശരിക്കത്തെ പേര് ഹാൻഡ് തായിൻ മെറീഡിയൻ ആണ് ലങ്, അല്ലെങ്കിൽ ദ ലങ് മെറീഡിയൻ ഈസ് എ ഹാൻഡ് തായിൻ എന്നുള്ളത് മൈൻഡിനകത്ത് വരണം. ഓക്കെ ആണോ? ഹലോ ശശി മാം. അപ്പോൾ ഈ ലങ് മെറീഡിയൻ എവിടെയാണ് കൂടുതൽ സഞ്ചരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അപ്പർ ലിംബ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് ഏത് ഭാഗത്ത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തള്ളവിരലിൻ്റെ ഭാഗത്ത് വരും, ആൻറ്റീരിയർ സൈഡ്. ആൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മുടെ മിഡ് ബോഡിയിൽ നിന്നും കൂടുതൽ ദൂരത്ത് തള്ളി നിൽക്കുന്നത്. അപ്പം നമ്മളുടെ മിഡ് ബോഡി എന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞു നമ്മൾ അക്യുപഞ്ചറിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ കൈകൾ ഉയർത്തിയിട്ടാണ്. പക്ഷേ ഇതിനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത് മോഡേൺ മെഡിസിൻ ആയതുകൊണ്ട് അവർ സ്റ്റാൻഡപ്പ് ആയിട്ട് നിന്നിട്ട് തള്ളവിരലുകൾ അകത്തി വെച്ചിട്ട് ഉള്ളം കൈയിനെ പുറത്തേക്ക് കാണിച്ചിട്ടാണ് നിൽക്കുക. അങ്ങനെ വരുമ്പോൾ കൈയിൻ്റെ ഏറ്റവും ദൂരെയുള്ള ഭാഗത്തായിട്ടാണ് ലങ് മെറീഡിയൻ വരുന്നത്. ഓക്കെ, ജസ്റ്റ് അത് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഓരോന്നോരോന്ന് വരും, നമുക്ക് മെറീഡിയനിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അതേമാതിരി അതിൻ്റെ അടുത്ത് തന്നെയായിരിക്കും എപ്പോഴും വന്നിട്ട് ഏത് മെറീഡിയൻ വരിക, അതിൻ്റെ പെയർഡ് മെറീഡിയനും അതിൻ്റെ അടുത്തുകൂടി തന്നെ വരും, അല്ലെങ്കിൽ അതിന് പാരലായിട്ടാണ് വരിക. അപ്പം ലങ്ങിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും ഏത്? ലാർജ് ഇൻറ്റസ്റ്റൈൻ മെറീഡിയൻ. അതിൻ്റെ പേര് ലാർജ് ഇൻറ്റസ്റ്റൈൻ മെറീഡിയൻ്റെ ശരിക്കത്തെ പേര് എന്താണ്? ഹാൻഡ് യാങ് മിങ് എന്ന് പറഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഹാൻഡ് തായി എന്ന് പറഞ്ഞാൽ ലങ് മെറീഡിയൻ. മനസ്സിലായോ ശശികുമാരി മാം? ഓക്കെ, നിഖില? ഇല്ല സർ. അതായത് ലങ് മെറീഡിയൻ എന്ന് പറയുന്നതിന് പകരം ഹാൻഡ് തായി എന്ന് പറഞ്ഞാലും ലങ് മെറീഡിയൻ ആണ്. ഹാൻഡ് യാങ് മിങ് എന്ന് പറഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ മെറീഡിയൻ ആണ്. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ഞാൻ ലങ് മെറീഡിയൻ ഉപയോഗിച്ചാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്?
ഹാൻഡിലെ തായി ഇൻ മെറീഡിയൻ ആണ് ലങ്. ഞാൻ ഇനി ഹാൻഡ് തായി ഇന്ന് മാത്രം പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ലങ് മെറീഡിയൻ ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ ഹാൻഡ് തായി എന്ന് പറഞ്ഞാൽ ഏത് മെറീഡിയനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ലങ് മെറീഡിയൻ. ഹാൻഡിലെ യാങ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഇൻഡസ്ട്രിയൻ. ഇതിന്റെ സ്ഥാനം എവിടെയാണ്? അപ്പർ ലിംബ്. അപ്പർ ലിംബ് എന്ന് പറഞ്ഞാൽ കയ്യിലാണുള്ളത്. ഇതൊക്കെയാണോ? ഓക്കെ. ഇനി ലങ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന മെറീഡിയൻ എന്ന് പറയുന്നത് പെരിക്കാർഡിയം മെറീഡിയൻ ആണ്. പെരിക്കാർഡിയം മെറീഡിയൻ എന്ന് പറയുന്നത് ഹാൻഡിലെ ജൂയിൻ മെറീഡിയൻ ആണ്. ഹാൻഡിലെ കയ്യിലെ ജൂയിൻ മെറീഡിയൻ ആണ് പെരിക്കാർഡിയം. ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് പറയാവോ? കശവിശയെന്നായിക്കോട്ടെ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ അവിടെ പറഞ്ഞ് മനസ്സിലാക്കണം. ലങ് എന്ന് പറയുന്നത് ഹാൻഡിലെ തായിൻ മെറീഡിയൻ ആണ്, അല്ലെങ്കിൽ ഹാൻഡ് തായി എന്ന് പറയുന്നത് ലങ് മെറീഡിയൻ ആണ്. റിപ്പീറ്റ് ചെയ്ത് 3 പ്രാവശ്യം പറയാം. ഓക്കെ, ഇത്രയും സമയം കൊണ്ട് പറയാം. അതേപോലെ അടുത്തത് പെരിക്കാർഡിയം മെറീഡിയൻ ആണ്. ആരെന്തോ പറയാമെന്ന് പറയാവോ? ഹലോ. ഇല്ല, ഞാനത് പറയാൻ. ഓക്കെ. അതേപോലെ പെരിക്കാർഡിയം മെറീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലെ ജൂയിൻ മെറീഡിയൻ ആണ്. അപ്പൊ കയ്യിലെ ജൂയിൻ മെറീഡിയൻ ഏതായിരിക്കും? പെരിക്കാർഡിയം മെറീഡിയൻ ആയിരിക്കും. നമ്മൾ ഇന്ന് ഭാഗത്ത് മാത്രം നോക്കാം. ഓക്കെ, അതും കയ്യിൽ തന്നെയാണുള്ളത്, മധ്യഭാഗത്തായിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്തത് ഹാർട്ട് മെറീഡിയൻ എന്നാണ്. അതിനെ ഹാൻഡ് ഷാ ഓ ഇൻ എന്ന് പറയും. അപ്പൊ ഹാൻഡ് ഷാ ഓ ഇൻ മെറീഡിയൻ ഏതാണ്? അപ്പൊ ഞാൻ ഇനി ഈ സ്ക്രീൻ ഒന്ന് മാറ്റാണ്. ഇപ്പൊ പുതിയ ആൾക്കാര് 3 എണ്ണത്തിന്റെ പേരൊന്ന് പറയണം. തൽക്കാലം ഈ സ്ക്രീനിൽ കാണാം, അത് വെച്ചിട്ട് പറയൂ. കയ്യിലെ തായിൻ മെറീഡിയന്റെ പേരെന്താ? നിഖിലയോ, ശശികുമാരി മാം, ഷായിദ, 3 പേര് പറയും. ഏതാണ്? തായിൻ ആണോ, ജൂയിൻ ആണോ, ഷാവോയിൻ ആണോ? തായി എന്ന് പറയുന്നത് ലങ് മെറീഡിയൻ ആണ്. കയ്യിലത്തെ ഹാൻഡ് തായി മെറീഡിയൻ എന്ന് പറയുന്നത് ലങ് ആണ്. ജൂയിൻ എന്ന് പറയുന്നത് പെരിക്കാർഡിയം. വെരി ഗുഡ്. ഷാവോ എന്ന് പറയുന്നത് ഹാർട്ടാണ്. ഇനി നിഖില പറയും, നോക്കട്ടെ 3 എണ്ണം ഏതൊക്കെയാണെന്നുള്ളത്. തായി എന്ന് പറയുന്നത് അല്ല, തെറ്റാണ്. ഹാൻഡ് തായി എന്ന് പറഞ്ഞാൽ മാത്രമാണ് ലങ്. ഓക്കെ, ഹാൻഡ് തായി എന്ന് പറഞ്ഞാൽ ലങ് മെറീഡിയൻ. പിന്നെ അടുത്തത് ഹാൻഡ് ജൂയിൻ മെറീഡിയൻ എന്ന് പറഞ്ഞാൽ പെരിക്കാർഡിയം. വെരി ഗുഡ്. ഹാൻഡ് ഷോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് മെറീഡിയൻ. ഓക്കെ, അടുത്തത് സായിദ ഉണ്ടോ? സായിദ ഉണ്ടോ? സായിദ ഷബാന ഉണ്ടോ അവിടെ? വോയിസ് മാറിയ മാതിരി ഉണ്ട്. എന്തായാലും പറയുന്നോട്ടെ. ഹലോ, ഉണ്ടായ പോരാ. 3 മെറീഡിയൻ ഏതൊക്കെയാണെന്ന് പറയും, നോക്കട്ടെ. ഹാൻഡ് ഇൻ, ഹാൻഡ് ഇന്നോ, ഹാൻഡ് തായിൻ ലങ്, ഹാൻഡ് തായിൻ ലങ് മെറീഡിയൻ, ജൂയിൻ പെരികാർഡിയം, ഓക്കെ, ഷാവോയിൻ ഹാർട്ട്. അങ്ങനെയല്ല, ഓരോന്നിനും ഹാൻഡ് പറയണം. ഹാൻഡ് തായിൻ, ഹാൻഡ് ജൂയിൻ ആൻഡ് ഹാൻഡ് ഷാവോയിൻ. ഓക്കെ, ഹാൻഡ് തായിൻ ലങ് മെറീഡിയൻ, ഹാൻഡ് ജൂയിൻ എന്ന് പറയുന്നത് പെരിക്കാർഡിയം, ഹാൻഡ് ഷാവോയിൻ എന്ന് പറയുന്നത് ഹാർട്ട് മെറീഡിയൻ. ഓക്കെ, ക്ലിയർ ആണോ? അത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോ സംശയമില്ല? ഓക്കെ. അതേമാതിരി
അതായത് ഈ തായി എന്ന് പറയുന്നത് മറ്റെന്താ പറയുക, ഭാര്യയും ഭർത്താവിനെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു അതേമാതിരി കണക്റ്റഡ് മെറീഡിയനാണ്. ഇന്റേണലി തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഓർഗനാണ്. ചി ട്രാൻസ്ഫോർമേഷനിൽ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും പല കാര്യങ്ങൾക്കും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് തൽക്കാലം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹാൻഡിലെ തായിൻ മെറിഡിയൻ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ കാലിലെ തായിനെ ട്രീറ്റ് ചെയ്യാം. കാലിലെ തായിനെ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹാൻഡിലെ തായിനും നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി? ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഇനി കാലിലെ 3 മെറിഡിയൻ ഏതൊക്കെയാണ്, അത് ഏതൊക്കെയാണ് തായിനിൽ വരുന്നത്, ജൂയിനിൽ വരുന്നത്, ഷാവോയിനിൽ വരുന്നത് നോക്കാം. കാലിലുള്ള 3 പ്രധാനപ്പെട്ട ഇൻമെറീഡിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഉള്ളൂ. സ്പ്ലീന്, ലിവർ ആൻഡ് കിഡ്നിയാണ്. ഓക്കെ, ഈ സ്പ്ലീൻ മെറീഡിയനെ ഫുഡിലെ തായിൻ മെറീഡിയൻ എന്ന് പറയും. അപ്പോൾ പെയറാക്കുന്ന സമയത്ത് തായിനിൽ ഹാൻഡ് തായിൻ ലങ് മെറീഡിയനും കാലിലെ തായിനായിട്ടുള്ള സ്പ്ലീനും തമ്മിൽ കണക്റ്റഡ് ആയിട്ട് ഒരേ ഗ്രൂപ്പിൽ വരും. ക്ലിയർ ആയോ? സാർ ഒന്നുകൂടെ പറ. കയ്യിലെ തായിൻ മെറീഡിയൻ ലങ് ആണെന്ന് മനസ്സിലാക്കിയോ? അത് മനസ്സിലായി സാർ. നിഖിലയാണ് ആരാ മനസ്സിലായില്ല എന്ന് പറഞ്ഞത്? നിഖിലയല്ലേ? എനിക്ക് കാലിലെ തായിൻ മെറീഡിയൻ എന്ന് പറഞ്ഞാൽ അത് സ്പ്ലീൻ മെറീഡിയൻ ആണ്. ഇത് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അതേമാതിരി തന്നെ കയ്യിലെ ജൂയിൻ മെറീഡിയൻ ആണ് പെരിക്കാർഡിയം. അതേമാതിരി കാലിലെ ജൂയിൻ മെറീഡിയൻ ആണ് ലിവർ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലാക്കാൻ ഒന്നുമില്ല. ഓക്കെ, കയ്യിൽ എങ്ങനെയാണോ തായിൻ, ജൂയിൻ, ഷാവോയിൻ ഉണ്ടായിരുന്നത് അതേമാതിരി തായിൻ, ജൂയിൻ, ഷാവോയിൻ എവിടെയുണ്ട്? കാലിലുണ്ട്. അതേതൊക്കെയാണ്? തായിൻ എന്ന് പറയുന്നത് സ്പ്ലീനാണ്, ജൂയിൻ എന്ന് പറയുന്നത് ലിവറാണ്, ഷാവോയിൻ എന്ന് പറയുന്നത് കിഡ്നിയാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിഖില ഒരു കാര്യം ചെയ്യൂ, ഈ കയ്യിലുള്ളതിനെയും കാലിലുള്ളതിനെയും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരാമോ? രണ്ടും പറഞ്ഞല്ലോ. കയ്യിൽ ആദ്യം പറഞ്ഞല്ലോ, അതപ്പോ മനപ്പാടാവല്ലോ. ഒരിക്കൽ കൂടെ പറഞ്ഞ ലങ് മെറീഡിയൻ ആണ്. കാലിലെ തായി സ്പ്ലീന. കയ്യിലെ ജൂയിൻ പെരിക്കാർഡിയാണ്. കാലിലെ ജൂയിൻ ലിവറാണ്. കയ്യിലെ ഷാവോയിൻ എന്ന് പറയുന്നത് ഹാർട്ടാണ്. കാലിലെ ഷാവോയിൻ എന്ന് പറയുന്നത് കിഡ്നിയാണ്. ഓക്കെ, ഇനി സായിദ പറയൂ ഒന്നുകൂടെ. ഹാൻഡ് തായിൻ ലങ്സ് ആണ്. ഹാൻഡ് ജൂയിൻ പെരികാർഡിയം. ഹാൻഡ് ഷാവോയിൻ ഹാർട്ട്. ഓക്കെ, ഫൂട്ട് തായിൻ സ്പ്ലീന്. കാലിലെ തായിൻ സ്പ്ലീന് ഓക്കെ മെറിഡിയൻ. കാലിലെ ജൂയിൻ ലിവർ മെറിഡിയൻ. ഓക്കെ, കാലിലെ ഷാവോയിൻ കിഡ്നി മെറിഡിയൻ. എല്ലാവർക്കും മനസ്സിലായല്ലേ എന്താണ് ഏതൊക്കെയാണ് കണക്റ്റഡ് ആവണമെന്നുള്ളത് മനസ്സിലായില്ലേ? നമുക്ക് ഇന്ന് തന്നെ യാങ് മെറിഡിയനെ കുറിച്ച് പഠിക്കണോ അല്ല ഇത്ര മതിയാ? ജസ്റ്റ് പറഞ്ഞു പോവാ. ഓക്കെ, അതായത് ഇതേപോലെ തന്നെ യാങ്ങും ഉണ്ട്. ലങ്ങിന്റെ പെയേർഡ് മെറീഡിയൻ. ലങ് ഇന്നായതുകൊണ്ട് ലാർജ് ഇൻറ്റേഷൻ യാങ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ലങ് കയ്യിലുള്ളത് കൊണ്ട് ലാർജ് ഇൻറ്റേഷനും കയ്യിൽ തന്നെയാണുള്ളത്. അതിന് ഹാൻഡ് യാങ് മിങ് ചാനൽ എന്ന് പറയും, അല്ലെങ്കിൽ മെറീഡിയൻ എന്ന് പറയും. അപ്പോൾ ലാർജ് ഇൻറ്റേഷൻ ഏതാണ്? കയ്യിലെ യാങ് മിങ് ചാനലാണ്. ഓക്കെ, അതേമാതിരി തന്നെ പെരിക്കാർഡിയത്തിൻ്റെ പെയേർഡ് ഓർഗനാണ് ട്രിപ്പിൾ വാർമർ. പെരിക്കാർഡിയം കയ്യിലുള്ളത് കൊണ്ട് ട്രിപ്പിൾ വാർമറും കയ്യിൽ തന്നെയാണുള്ളത്. അതിനെ നമ്മൾ ഹാൻഡ് ഷാവോ യാങ് എന്ന് പറയും. ഓക്കെ, ഹാൻഡ് ആരെങ്കിലൊക്കെ അൺമ്യൂട്ട് ചെയ്ത് കൂടെ പറയാവോ?
ആൻഡ് ഷാവോയ. ആൻഡ് ഷാവോയിങ് എന്ന് പറയുന്നത് ഏത് മെറീഡിയനാണ്? പെരിക്കാർഡിയം. ഹാൻ ഷാവോയാങ്. പെരിക്കാർഡിയാണോ? പെരിക്കാർഡിയത്തിന്റെ അല്ല പേര് മെറീഡിയൻ ആയിട്ടുള്ള അല്ല ട്രിപ്പിൾ സർ, ബർണർ. ട്രിപ്പിൾ ബർണറിന് എന്തൊക്കെ പേര് വിളിക്കാം? ട്രിപ്പിൾ ബർണർ എന്ന് വിളിക്കാം, സാൻജിയാവോ എന്ന് വിളിക്കാം, ട്രിപ്പിൾ എനർജൈസർ എന്ന് വിളിക്കാം, ട്രിപ്പിൾ ഹീറ്റർ എന്ന് വിളിക്കാം. അങ്ങനെ പല പേരിലുള്ള ഒരു സാധനമാണ് ട്രിപ്പിൾ ബർണർ എന്ന് പറയുന്നത്. ഓക്കെ, ത്രയോഷ്ണ മണ്ഡലം എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് മലയാളീകരിക്കാം. അപ്പോൾ ഹാൻഡ് ഷാവോയിങ് എന്ന് പറയുന്നത് ട്രിപ്പിൾ വാർമറാണ്. ഹാൻഡിലെ യാങ്മിങ് എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്ട്രിയൻ ആണ്. കയ്യിലെ തായ് യാങ് എന്ന് പറയുന്നത് സ്മാൾ ഇൻഡസ്ട്രിയൻ ആണ്. കയ്യിലെ തായി യാങ് എന്ന് പറയുന്നത് ഏതാണ്? സ്മാൾ ഇൻഡസ്ട്രിയൻ ആണ്. ക്ലിയർ ആണോ? നിഖിലയോ അല്ലെങ്കിൽ ശശികുമാരി മാമോ ഒന്ന് പറയാവോ യാങ്ങിന്റെ? ഹാൻഡില് പറഞ്ഞാലും മതി. പറഞ്ഞോളൂ. ഹാൻഡില് യാങ്ങിങ്. മെറിഡിയൻ ലാർജ് ഇൻഡസ്ട്രിയൻ. ഷാവോ യാങ് എന്ന് പറയുന്നത് ട്രിപ്പിൾ വാർമർ. ട്രിപ്പിൾ വാർണർ. വെരി ഗുഡ്. അടുത്തത് ഹാൻഡ് തായി യാങ് എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്ട്രൈൻ. സ്മാൾ ഇൻഡസ്ട്രിയൻ. ഓക്കെ, സോ ഇതൊരു കയ്യിലുള്ള പേഡായി. ഇതേപോലെ തന്നെ കാലിലുള്ളതൊക്കെ ഇതേമാതിരി നമ്മൾ ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്ലീനിൻ്റെ പേഡ് ഓർഗനാണ് സ്റ്റൊമക്ക്. അപ്പോൾ അത് കാലിലെ യാങ്മിങ് ആണ്. ഓക്കെ, അതേമാതിരി ലിവറിൻ്റെ പേഡ് ഓർഗനാണ് ഗാൽ ബ്ലാഡർ. അതിനെ ഫൂട്ട് ഷാവോ യാങ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തും. അതേമാതിരി കിഡ്നിയുടെ പേഡ് ഓർഗനാണ് യൂബി മെറീഡിയൻ. അതിനെ ഫുട്ട് തായി യാങ് എന്ന് പറയും. കാലിലെ തായി യാങ് മെറീഡിയൻസ്. ഒന്ന് ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യാമോ? നിഖില ആൻഡ് ശശികുമാരി മാം. സായിദ എന്താണെന്നറിയില്ല, ആക്റ്റീവ് ആയിട്ടില്ല, എന്താണെന്ന് അറിയില്ല, തിരക്കിലായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പഠിക്കായിരിക്കും. യാങ് എന്ന് പറയുന്നത് സ്റ്റൊമക് മെറീഡിയൻ ആണ്. ഗോൾ ബ്ലാഡറിനെ എന്ന് പറയും. ഓക്കെ, ബ്ലാഡർ മെറീഡിയനെ കാലിലെ തായി യാങ് എന്ന് പറയും. നിങ്ങൾ എല്ലാവരും ഒരു പെൻ ബുക്ക് എടുത്ത് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്താലും കുഴപ്പമില്ല. ഇതൊന്ന് എഴുതി വെക്കുക. ഹാൻഡ് തായി ഇൻ ലങ് മെറീഡിയൻ, ഹാൻഡ് ജൂയിൻ പെരിക്കാർഡിയം, ഹാൻഡ് ഷാവോയിൻ ഹാർട്ട് മെറീഡിയൻ. അതിൻ്റെ താഴെ അല്ലെങ്കിൽ മറ്റേ ലങ് മെറീഡിയൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ എഴുതുക ലെഗ് തായി എന്ന് പറയുന്നത് സ്പ്ലീനാണ്. അതേപോലെ തന്നെ പെരിക്കാർഡിയത്തിൻ്റെ സൈഡിൽ എഴുതുക കാലിലെ ജൂയിൻ എന്ന് പറയുന്നത് ലിവർ മെറീഡിയൻ ആണ്. അതേമാതിരി തന്നെ ഹാർട്ട് മെറീഡിയൻ ഹാൻഡിലെ ഷാവോയിൻ എഴുതിയിട്ടുണ്ടാവും. ഇപ്പുറത്തെ സൈഡിൽ കിഡ്നി എന്ന് എഴുതുക, അത് ഫുട്ടിലെ ഷാവോയിനാണ്. അതല്ലെങ്കിൽ നിങ്ങളൊരു നല്ല നോട്ട് ഉണ്ടാക്കുക, മുകളിൽ എഴുതുക ജൂയിൻ, അതിൻ്റെ താഴെ തായിൻ ജൂയിൻ ഷാവോയിൻ എന്ന് എഴുതുക. എന്നിട്ട് തൊട്ട് മുകളിൽ എന്തെഴുതണം? ഹാൻഡ് ലെഗ് എന്ന് എഴുതിയിട്ട് ഹാൻഡിൻ്റെ അവിടെ ലങ്, താഴെ ലങ്, മറ്റേ ലെഗിൻ്റെ താഴെ സ്പ്ലീൻ എന്ന് എഴുതിയാലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതിയിട്ട് ഇതെനിക്ക് നമ്മുടെ ഗ്രൂപ്പിനകത്ത് എല്ലാവരും ഫോട്ടോ ഇടണം. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള 30 പേരുണ്ട്. 30 പേരും നിങ്ങൾ ഇതൊന്ന്, എനിക്കെല്ലാം ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഞാൻ കാണിക്കാൻ ആവശ്യമുണ്ടോ? ഇല്ല സർ, ചെയ്തോളൂ. തായിൻ ജൂയിൻ ഷാവോയിൻ എഴുതുക. ഓക്കെ, താഴെ ഏറ്റവും മുകളിൽ ഹെഡിങ്ങിൽ വന്നിട്ട് ഹാൻഡ് ലെഗ് എന്ന് എഴുതുക. തായിൻ്റെ നേരെ ഹാൻഡിൻ്റെ താഴെ ലങ് മെറീഡിയൻ, കാലിൻ്റെ അവിടെ സ്പ്ലീൻ മെറീഡിയൻ എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഹാൻഡിൻ്റെ അവിടെ പെരിക്കാർഡിയം. ഇതേമാതിരി ഒരു ഇന്നിനും യാങ്ങിനും സെപ്പറേറ്റ് ചാർട്ട് ഇട്ട് തരിക. ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ
വിട്ടുതരിക. ജസ്റ്റ് ഒരു പേപ്പറിൽ ഇന്ന് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നാളെ ഇട്ട് തന്നാലും മതി. ഇതിനൊന്നും ഒരാഴ്ച സമയം എടുക്കണ്ട. ഓക്കെ, ജസ്റ്റ് റഫായിട്ട് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കാനോ മറ്റുള്ളതിനൊന്നുമല്ല. ഓക്കെ, കാരണം ഇത് നിങ്ങൾ മൈൻഡിനകത്ത് ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര പതുക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെയാണോ? നമുക്ക് ഇന്ന് മതി ഈ മെറീഡിയൻ എവിടെയാണ് സഞ്ചരിക്കുന്നതെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ക്ലാസ്സോ 2 ക്ലാസ്സോ കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ മെറീഡിയനിലേക്ക് പോകും. ഇപ്പം തന്നെ നിങ്ങളിതെല്ലാം പഠിച്ചാൽ മാത്രമാണ് പിന്നീട് ഇതിൻ്റെ യൂസസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ സാറേ, ഒരു ഡൗട്ട്.